ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും പ്രാവശ്യമായി നാം ചിന്തിച്ചത് ദൈവസ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ചാകുന്നു. ദൈവസ്നേഹം ഉളവാകാനുള്ള 3 വ്യവസ്ഥകൾ, മുഖാന്തിരങ്ങൾ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്തോത്രം. ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു. അതൊരു തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമാണ്. അതൊരു അനുതാപമുള്ള ഹൃദയമാണ്. അത് നന്ദിയുള്ള ഹൃദയമാണ്. അത് നിത്യജീവന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഹൃദയമാണ്. നിത്യജീവനായി കാക്ഷിക്കുന്ന ഒരു ഹൃദയമാണ്. കർത്താവിനോടുകൂടിയുള്ള നിത്യതയിൽ, ആ നിത്യ തേജസ്സിൻ്റെ ലോകത്ത് യേശുവിനോടുകൂടെ ആ സ്വർഗീയ നഭോമണ്ഡലത്തിൽ വിളങ്ങി ശോഭിക്കുന്ന വിശുദ്ധന്മാരോടൊത്ത്, മാലാഖമാരോടൊത്തെന്ന് എൻ്റെ യേശുവിൻ്റെ പൊന്നുമുഖം കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതായ ആ സ്വർഗീയ സദസ്സിനെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു ഹൃദയം, നിത്യജീവനെ കാക്ഷിക്കുന്ന ഹൃദയം. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നമുക്ക് ചിന്തിച്ചു, അത് അനുതാപമുള്ള ഹൃദയമാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ കർത്താവിൻ്റെ ഒരു നോട്ടം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയതായൊരു മാനസാന്തരത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. ഞാനിവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് തിരിഞ്ഞൊന്ന് നോക്കി. കേവലം നിസ്സാരരായ ലോകമനുഷ്യരുടെയും ചില സ്ത്രീകളുടെയും മുമ്പിൽ നിത്യനായ ദൈവോത്തരനെ തള്ളിപ്പറഞ്ഞതായ ഘോരമായ പാപം, അതിനെക്കുറിച്ച് ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുമ്പോൾ, പത്രോസ് ശ്ലീഹ നിരാശനായി തലകുമ്പിട്ടിരിക്കുമ്പോൾ, അതേസമയം പത്രോസിൻ്റെ കണ്ണ് കർത്താവിൻ്റെ തിരുമുഖത്ത് പതിഞ്ഞിരിക്കും. ക്രിറ്റിക്കലായ ആ സമയം, ദൈവത്തിന് സ്തോത്രം, നിർണായകമായ ആ സമയത്ത് കർത്താവായ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസിൻ്റെ ഹൃദയം ഇളകി, യേശുവിൻ്റെ സ്നേഹം അണപൊട്ടി ഒഴുകി. യേശു പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി. അത് സ്നേഹാർദ്രമായ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന സ്നേഹമായിരുന്നു. പത്രോസിൻ്റെ ബലഹീനതയിൽ കർത്താവ് സഹതാപം കാണിച്ചു നോക്കി. സഹോദരങ്ങളെ, ഇപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക, ഇന്നുവരെ നാം ഈ ലോകത്ത് ജീവിച്ചത് കർത്താവ് മഹാസഹതാപമുള്ളവനായതുകൊണ്ടാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. ഒരു പാപിയുടെ ഗതി എന്താണെന്ന് അവനറിയാം. ഒരു പാപിയുടെ ദൗർബല്യം അവനറിയാം. നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. ഒരു പൂർണ്ണ മനുഷ്യനെ പോലെ അവൻ എല്ലാം അഭിമുഖീകരിച്ചവനാണ്. അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. നമ്മുടെ ബലഹീനതകളിൽ അതുകൊണ്ട് തന്നെ അവന് സഹതാപം കാണിക്കാൻ അവന് കഴിയുമായിരുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്നും കർത്താവിൻ്റെ ആ കൃപാസനത്തിന് മുമ്പിലേക്ക് നിങ്ങൾക്ക് അടുത്ത് ചെല്ലാം. കാരണം അവൻ സഹതാപമുള്ളവനാണ്. നീ പാപത്തിൽ വീണുപോയി ശരിയാണ്, തെറ്റ് പറ്റിപ്പോയി ശരിയാണ്, നിനക്ക് അരുതാത്ത എല്ലാം ജീവിതത്തിൽ സംഭവിച്ചു പോയി ശരിയാണ്, അമ്മയുടെ ശാപം മേടിച്ചു പോയി ശരിയാണ്, നിൻ്റെ ജീവിതത്തിൽ മോഷണം വന്നുപോയി, അരുതാത്തതായ വസ്തുക്കൾ നിൻ്റെ കയ്യിൽ വന്നുപോയി, നിൻ്റെ സ്വസ്ഥത മൊത്തം നശിച്ചു പോയി, ദൈവത്തിന് എല്ലാം ശരിയാണ്. പക്ഷേ നിൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ഒരു സൃഷ്ടാവ് നിന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിലേ നീ നിരാശപ്പെടേണ്ട. ഒറ്റ കാര്യം മാത്രം, പത്രോസിൻ്റെ കണ്ണ് യേശുവിൻ്റെ മേലായിരുന്നു. നിരാശ വന്നപ്പോഴും വീണു പോയപ്പോഴും പത്രോസിൻ്റെ കണ്ണ് യേശുവിൻ്റെ മേലായിരുന്നു.
അത് ഭാഗ്യമായി പോയി. നിൻ്റെ കണ്ണ് മാറല്ലേ? കാൽവരി ക്രൂസിൽ നിന്ന് സഹോദരിയെ നിൻ്റെ കണ്ണ് മാറല്ലേ? പ്രിയ സഹോദരാ, നിൻ്റെ കണ്ണ് കാൽവരി ക്രൂസിൽ നിന്ന് മാറല്ലേ? അവൻ നിന്നെ സ്നേഹാർദ്രമായി നോക്കുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂസിൽ കടന്ന് പ്രാർത്ഥിച്ച പൊന്നു കർത്താവ് നിന്നെ നോക്കുന്നുണ്ട്. ആരെല്ലാം ക്രൂസിൻ്റെ അടുക്കലുണ്ടെന്ന് അവൻ നോക്കുന്നുണ്ട്. യേശു നോക്കി സ്വന്തം മാതാവും തന്നോട് പറ്റിച്ചേർന്നിരുന്ന പ്രിയ ശിഷ്യനായ യോഹന്നാനെയും അവിടെ ക്രൂസിൻ്റെ സമീപത്ത് കണ്ടു. മറ്റാരെയും കണ്ടില്ല. കൂടാർന്ന ആരെയും കർത്താവ് കണ്ടില്ല. എല്ലാവരും ഓടി അകന്നുപോയി. കർത്താവ് ഒരു നിർണായകമായ സമയത്തെത്തിയപ്പോൾ എല്ലാവരും ആ ക്രൂശീകരണത്തിന് രംഗത്ത് വന്നപ്പോൾ അനേകർ അകന്നകന്നു പോയി. ദൈവത്തെ സ്നേഹിക്കുന്ന കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന കുറച്ച് പേര് മാത്രം, ഒരു മൈനോറിറ്റി മാത്രം പറ്റിച്ചേർന്ന് നിന്നു. സ്തോത്രം. ഭാഗ്യമായി പോയി. അവരെ കർത്താവ് കണ്ടു. അവർക്ക് വേണ്ടി കർത്താവ് കരുതി. അമ്മയ്ക്ക് വേണ്ടി യോഹന്നാനെ കരുതി. യോഹന്നാന് വേണ്ടി തൻ്റെ പ്രിയ അമ്മയെ ഫരമേൽപ്പിച്ചു. ക്രൂശിൽ കടന്നു ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണൊരിക്കലും കർത്താവിൻ്റെ മുഖത്തുനിന്ന് തിരുമുഖത്തുനിന്ന് മാറരുത്. പാവം വന്നാലും മാറരുത്. വീഴ്ച വന്നാലും മാറരുത്. അപകടം വന്നാലും മാറരുത്. രോഗം വന്നാലും മാറരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കണ്ണിനെ നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓർത്തു കൊള്ളണം. നിൻ്റെ സകല പരിഹാരം അവിടെ നിന്ന് വരുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ വളരെ 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 സൂക്ഷ്മതയോടെ നാം ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നാം ജീവിതത്തിൽ എത്രമാത്രം ബദ്ധശ്രദ്ധരായിരിക്കണമെന്ന് അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം ചെയ്തിരിക്കുന്നു. നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് കാരണമെന്നറിയാമോ? ഒരു മഹാസർപ്പം, അത് ആദാമിനെ പാപത്ത് വീഴ്ചതായ മഹാസർപ്പം, അവനിന്നും ചിലപ്പോഴെല്ലാം തലപൊക്കി വരും. ഒരു അനുകൂലമായ സാഹചര്യം വന്നാൽ അവൻ തലപൊക്കും. അനുകൂലമായ സാഹചര്യം വന്നാൽ അവൻ വളരെ വീറോടെ നിങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞടുത്ത് വരും. ദൈവത്തിന് സ്തോത്രം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. തെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് അവൻ ചിലപ്പോൾ വരും. കൊരിന്ത്യർ അധ്യായത്തിൽ തന്നെ 2 കൊരിന്ത്യർ 11:14 പറയും, സാത്താൻ താനും വിളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന്. പത്രോസിൻ്റെ 1 ലേഖനം 5 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലും നാം ഈ സർപ്പം എങ്ങനെയാണ് വരുന്നത് നാം വായിക്കുന്നുണ്ട്. ഈ മറഞ്ഞിരിക്കുന്ന സർപ്പം, മറഞ്ഞിരിക്കുന്ന പാപമാകുന്ന സർപ്പം അമ്മയെ ഉപദ്രവിച്ച് അമ്മയെ നശിപ്പിക്കുവാനായിട്ട്, അമ്മയെ കൊല്ലുവാനായിട്ട് അവൻ ചീറിയടക്കുന്നതായ സമയങ്ങൾ അത് 1 പത്രോസ് 5:8 നമുക്ക് വായിക്കാം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അലറുന്ന സിംഹം പോലെ അവൻ നിങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞടുത്ത് വരും. അവൻ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ നടക്കുന്നുണ്ട്. നീ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവൻ, ഈ സർപ്പം നിന്നെ പാപത്തിൽ വീഴിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാനും ഈ മഹാസർപ്പം നിൻ്റെ പിന്നാലെയുണ്ട്. ഈ വലിയ സിംഹം, അലർന്ന സിംഹം പോലെ അവൻ നിൻ്റെ പിന്നാലെ ചിലപ്പോൾ വരും. ചിലപ്പോൾ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് വരും. ചിലപ്പോൾ അവൻ സർപ്പത്തെ പോലെ വരും. ഹവ്വായെ ഉപായത്താൽ ചതിച്ച സർപ്പത്തെ പോലെ ഉപായരൂപേണ നിൻ്റെ അടുക്കിലേക്ക് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു.
നാം എത്ര വിജിലൻ്റായി ജീവിക്കണം. ഈ സാത്താൻ നമ്മെ വീഴിക്കാതിരിക്കാൻ വേണ്ടി നാം എപ്പോഴും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിൻ്റെ തിരുമുഖത്തു നിന്ന് നിൻ്റെ കണ്ണൊരിക്കലും മാറല്ലേ. നിനക്ക് ഏയാളിയാകാം. പത്രോസിനെ ആ അലർന്ന സിംഹം പോലെ വന്നതായ ആ ദുഷ്ടപിശാച് കർത്താവിനെ തള്ളിപ്പറയുന്നിടം വരെയും കാര്യങ്ങൾ എത്തിച്ചു. പക്ഷേ മഹാഭാഗ്യം, ആ പത്രോസിൻ്റെ കണ്ണ് യേശുവിൻ്റെ തിരുമുഖത്തു നിന്ന് മാറാതെ നിന്നു. അതുകൊണ്ടാണ് യേശു നോക്കുന്നത് അവൻ കണ്ടത്, യേശു തിരിഞ്ഞു നോക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ തന്നെ അവൻ്റെ ഹൃദയം തകർന്നു, അവൻ പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതാണ് അനുതാപം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലനും പ്രിയപ്പെട്ടവരെ ആ തെണിയിൽ വീണു പോയെങ്കിലും കണ്ണ് ക്രിസ്തുവിൻ്റെ മേലായിരുന്നതുകൊണ്ട് അവന് അനുതാപമുള്ള ഹൃദയം തന്നു. നിന്നെ തള്ളി പറഞ്ഞെങ്കിലും ആ പത്രോസിനോട് നീ കരുണ ചെയ്തല്ലോ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അതുകൊണ്ട് മഹാഭാവികളാടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. കർത്താവേ, ആ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടതിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരോടും, കർത്താവേ, ആ കള്ളനോട് വലത്തുഭാഗത്തെ കള്ളനോടും അവൻ്റെ അനുതാപം കണ്ട് നീ മനസ്സലിഞ്ഞല്ലോ. ദൈവമേ, കർത്താവേ, ആ കള്ളനെയും നീ കരുതിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുവരെയും ഒരു നന്മയും അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അവൻ കൊള്ളിവയ്പും കൊലയുമായി നടന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അവനും ആദ്യം ക്രിസ്തുവിനെ തള്ളി പറഞ്ഞവനാണ്. ക്രിസ്തുവിനെ ദുഷിച്ച കൂട്ടത്തിൽ അവനും ദുഷിച്ചു പോയതാണ്. പക്ഷേ യേശുവിൻ്റെ തിരുമുഖത്തുനിന്ന് ആ ഹൃദയാർദ്രമായ ശബ്ദം, വേദനയുടെ ശബ്ദവും കരച്ചിലും ആ പ്രാർത്ഥനയും കേട്ടപ്പോൾ, ക്രൂശിൽ കടന്നുകൊണ്ട് അരുമനാഥൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ അവിടെ മനം തിരിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവിനോടുള്ളൊരു പ്രാർത്ഥിച്ചു, നാഥ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്ത് കൊള്ളണമേ. യേശുവേ, യേശുവേ രക്ഷക, നീ രക്ഷകനാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരും. നീ ക്രൂശിൽ കിടന്ന് പിടയുന്നവൻ. നീ രാജാതിരാജാവാണ്. നീ ഒരു കുറ്റവാളിയല്ല. ഞാനോ കുറ്റവാളിയാണ്. ഞാൻ മഹാഭാവിയാണ്. ഞാൻ കൊള്ളയും കൊള്ളിവയ്പായിട്ട് നടന്നവനാണ്. കർത്താവേ, എന്നാൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ രാജാതിരാജാവായ ക്രിസ്തുവാണല്ലോ. രക്ഷിതാവായ ക്രിസ്തുവാണല്ലോ. നീ ഒരു നാൾ രാജ്യത്വം പ്രാപിച്ചു വരുമല്ലോ. അന്ന് എന്നെയും കൂടെ പാവിയായ എന്നെയും കൂടി ഓർത്ത് കൊള്ളണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ച ദിവസം അന്ന് ശ്രീഭാവന്ദനവിൻ്റെ സമയത്ത് നാം ഓരോരുത്തരും ആ ചടങ്ങാണെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനകത്തുള്ളതായ ആത്മീയമായ അന്തസ്സത്ത ഊറ്റിക്കുടിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ പാദം മൊത്തുന്നതായ സൈവാവന്ദനവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കുരിശിനെയല്ല മൊത്തുന്നത്, ആ കുരിശിനെയല്ല നാം വന്ദിക്കുന്നത്. അതിലെൻ്റെ യേശുവിൻ്റെ സ്നേഹം വ്യാപരിച്ച് കിടക്കുന്നുണ്ട്. ആ ക്രൂശിക്കൂടെ ആ രക്തം ഒഴുകി വരുന്നുണ്ട്. ആ ക്രൂശ് സ്വർഗീയ സ്നേഹത്തിൻ്റെ നിതാന്തമായ അടയാളമാണ്. ആ ക്രൂശ് അടയാളമാണ്. രക്തം ഒഴുകി വരുന്ന ക്രൂശാണ്, സ്നേഹം ഒഴുകി വരുന്ന ക്രൂശാണ്. ആ ക്രൂശിനെ ഞാൻ മൊത്തിക്കൊണ്ട് ശിയാതമ്പുരാനെ എന്ന് എഴുന്നേടി വരുമ്പോൾ എന്നെ കൂടി ഓർത്തു കൊള്ളണമേ എന്ന് വലത്തുഭാഗത്തെ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു എന്ന് പറഞ്ഞ് അതിനെ നമസ്കരിക്കുവാൻ, കുമ്പിടുവാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല, അത് പള്ളിയിൽ മാത്രമല്ല, നീ മുട്ടുമടക്കുന്ന എവിടെയോ അവിടെയോ എല്ലാം നിനക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. വിശുദ്ധാമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും കൂടി ഓർത്ത് കൊള്ളണമെന്ന് ആ വലത്തുഭാഗത്തെ കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ ആ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്ത് കൊള്ളണമേ. മഹാഭാവിയായ എന്നെയും കൂടെ ഓർത്ത് കൊള്ളണമേ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്രീവായെ ഞങ്ങൾ കുമ്പിടുന്നു. വിശുദ്ധാമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും കൂടി ഓർത്ത് കൊള്ളണമേ എന്ന് ആ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും അത് നമുക്ക് ചെയ്യാം. നിൻ്റെ കണ്ണാ ക്രൂശിൽ നിന്ന് മാറാതിരുന്നാൽ മതി. ഒരു അനുതാപമുള്ള ഹൃദയം, ഒരു തകർന്ന ഹൃദയം, അതാണ് വിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞത്. ഇപ്പോൾ നാം വായിച്ചു കേട്ട ഭാഗം അതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ ഒരിക്കൽ കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ദൈവം നിങ്ങളെക്കുറിച്ച് എരിയുകയാണ് മക്കളെ. നിങ്ങളെക്കുറിച്ച് എൻ്റെ ദൈവം എരിയുകയാണ്. നിങ്ങളുടെ മനസ്സ് അവനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധം വിട്ട് വഷളായി പോകുമോ എന്ന് ദൈവത്തിന് ഭയം, ദൈവാത്മാവിന് ഭയം. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ എരിവോടെ എറിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ
വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പ ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ നിർമ്മല കന്യകയായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. കാര്യസ്ഥനായ ഏലിയാസാർ ഇസ്ഹാക്ക് എന്ന അബ്രഹാമിൻ്റെ ഏകപുത്രന് വേണ്ടി, ആ ഏകപുരുഷന് വേണ്ടി റിബേക്ക എന്ന ആ ഏക നിർമ്മല കന്യകയെ ഏൽപ്പിച്ചു കൊടുക്കാൻ അന്ന് പരിശുദ്ധാത്മാവാകുന്ന ഏലിയാസാർ ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ആവലോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. അന്ന് ആ ഏലിയാസാറിന് വാസ്തവം പറഞ്ഞാൽ എന്തോ ഒരു ടെൻഷനായിരുന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ നിർമ്മല കന്യകയെ, ആ ഇസ്ഹാക്കിന് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നതായ നിർമ്മല കന്യകയെ കണ്ടെത്തി അവളെ കൊണ്ടുവന്ന് അവന് വേണ്ടി, ആ ഏകപുരുഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കന്യക ഏതാണാവോ കന്യക, ആ കന്യകയെ കണ്ടെത്തി അവളെ ഊനമില്ലാത്തവളായി തിരിച്ചു കൊണ്ടുവന്ന് അവൻ്റെ മണവറയിൽ പ്രവേശിപ്പിക്കുന്നവരെയും ആ ഏലിയാസാറിന് വിശ്രമമില്ല. പരിശുദ്ധാത്മാവിന്ന് നമ്മുടെ ഇടയിൽ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇടയിൽ നമുക്ക് തന്നതായി സ്വർഗീയ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതെന്ന് ദൈവമക്കളെ നാം അനുഭവിക്കുന്നുണ്ടല്ലോ. എനിക്ക് തെല്ലും സംശയമില്ല പ്രിയപ്പെട്ടവർ. എന്നെ ദൈവം നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ്. ആരെല്ലാം വിട്ടുപോയാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചുകൊണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ ഞാൻ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട്, അവനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവർ, ഒരു നിരാശയുമില്ല പ്രിയപ്പെട്ടവർ, ഒരു തളർച്ചയുമില്ല പ്രിയപ്പെട്ടവർ. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യാൻ എനിക്ക് പരിപാടിയില്ല. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യാൻ ഞാനില്ല. എനിക്ക് എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകണം. ആ സ്നേഹാദ്രമായ മുഖം കണ്ടുകൊണ്ടിരിക്കണം. ആ തിരുമുഖം എനിക്ക് കാണണം. എനിക്ക് പ്രസംഗിക്കാനൊന്നും അല്ല താല്പര്യം. എനിക്ക് വേറെ എന്തെങ്കിലും അല്ല പ്രിയപ്പെട്ടവർ, എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ അതൊന്നും അല്ല. ദൈവമേ, എനിക്ക് എൻ്റെ യേശുവിനോടുള്ള സ്നേഹബന്ധം അതൊരിക്കലും ഒരു അണുവിട പോലും വ്യതിചലിക്കാതെ എൻ്റെ നാഥനോടുള്ള സ്നേഹബന്ധത്തിൽ എനിക്ക് ജീവിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ തിരുമുഖം കണ്ടുകൊണ്ടേയിരിക്കണം. എനിക്ക് ആ നിർമ്മല കന്യയായ എന്നെ ഏൽപ്പിപ്പാൻ പരിശുദ്ധാത്മാവ് വിവാഹ നിശ്ചയം ചെയ്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവർ. നിങ്ങൾ ഓരോരുത്തരും അരുമ മണവാട്ടിയുടെ സ്ഥാനത്താണ്. നിങ്ങൾ ഓർത്തുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളെ സ്വർഗത്തിലെ ദൈവം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നിർമ്മല കന്യകയായി നിങ്ങളെ, ക്രിസ്തുവിന് മണവാട്ടിയായി നിങ്ങളെ എൻ്റെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. നിങ്ങളെ അവൻ മോതിരം അണിയിച്ചിരിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരം നിങ്ങളെ അണിയിച്ചിരിക്കുകയാണ്. മുദ്രാമോതിരം അണിയിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന മോതിരം അണിയിച്ചിരിക്കുകയാണ്. തിരുരക്തമാകുന്ന മുദ്ര നിൻ്റെ നെറ്റിമേൽ ഇട്ട് തന്നിരിക്കുകയാണ്. ആ തിരുരക്തത്തിൻ്റെ മുദ്രയുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാകുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ മുദ്രയായ ആ വിവാഹ മോതിരം നിന്നെ അണിയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിന്നെ, ഈ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മണിയറയിലേക്ക്, സ്വർഗീയ മണിയറയിലേക്ക് ഈ മണവാട്ടി സഭയെ പരിശുദ്ധാത്മാവ് ആനയിച്ചുകൊണ്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കൂടെ ചേരുവാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനായ പിശാച് വഞ്ചിച്ചു, ശരിയാണ്. എന്നാൽ നിനക്ക് യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടോ? യേശുവിനെ തള്ളി പറഞ്ഞു, പക്ഷേ നിനക്ക് യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടോ? കണ്ണീരൊഴുക്കാൻ മനസ്സുണ്ടോ? ദൈവ വൈതലേ, കണ്ണുനീരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ കണ്ണുനീര് വറ്റിപ്പോയോ എന്നാണ് ചോദിക്കുന്നത്. അനേകരുടെ കണ്ണുനീര് വറ്റിപ്പോയിരിക്കുകയാണ്. അനേകരങ്ങ് മരം പോലെ ആയിരിക്കുകയാണ്. അനേകർ നിർജീവരായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ഊതുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ആ പരിശുദ്ധാത്മാവ് നിന്നെ തേടിയാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പിറകെ എന്തിനും തയ്യാറായി അരുമ മണവാളൻ്റെ ആ സ്വർഗീയ മണിയറയിലേക്ക് യാത്ര ചെയ്യാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പിറകെ അവൻ്റെ ശബ്ദം കേട്ട് പോകാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ദൈവം ഇന്ന് നോക്കുന്നത്. അതാണ് യേശു നിങ്ങളെ നോക്കുന്നത്.
പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സർപ്പം നിന്നെ ചതിക്കാൻ സാധ്യതയുണ്ട്. അനേകരെ ചതിച്ച് വീഴ്ചതായ ഉപായത്താൽ ചതിച്ചതായ സർപ്പം നിന്നെ ഉപായത്താൽ ചതിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് ഈ പിശാച് വരുവാൻ സാധ്യതയുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം അതിന് അനുകൂലമാണ്, ലോക മനുഷ്യരതിന് അനുകൂലമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണു പോകല്ലേ, യേശുവിനെ മറക്കല്ലേ, നിനക്ക് വേണ്ടി ജീവൻ തന്നവനെ മറക്കല്ലേ, ആ തിരുരക്തത്തെ മറക്കല്ലേ, ആ ക്രൂശിനെ മറക്കല്ലേ, ആ ക്രൂശിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറല്ലേ, യേശുവിൻ്റെ തിരുമുഖത്ത് നിന്ന് കണ്ണ് മാറല്ലേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൂടി വരുവീൻ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവീൻ, ആ തൃപ്പാദം ചുംബിക്കുവീൻ. ഹല്ലേലൂയ. യേശുവേ, എൻ്റെ യേശുവേ, ആ തിരുരക്തം ഇപ്പോൾ ഒരു തുള്ളി എൻ്റെ ശിരസിന്മേൽ വീഴണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ ആ പൊന്നുപാദം ചുംബിക്കൂ. യേശുവേ, നീ എൻ്റെ അടുക്കിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു ഞാൻ അറിയുന്നു. കർത്താവേ, ആണിപ്പാടുള്ള കരവുമായി എൻ്റെ അടുക്കിലേക്ക് നീ എഴുന്നള്ളി വന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അതാ തൃക്കരം, ആണിപ്പാടുള്ള തൃക്കരം, തിരുരക്തം ഒഴുകി വരുന്ന തൃക്കരം ഇപ്പോൾ എൻ്റെ ശിരസിലൊന്ന് വെക്കണമേ. കർത്താവേ, എൻ്റെ ശിരസിലൊന്ന് തൊടുവിക്കണമേ. ഒരു തുള്ളി രക്തം എൻ്റെ മേലൊന്ന് വീഴിക്കണമേ. എന്നെ സമ്പൂർണ്ണമായി ഒന്ന് കഴുകണമേ. എൻ്റെ സിരകളിൽ കൂടെ തിരുരക്തം ഒഴുകണമേ. എന്നെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഊതണമേ. അരുമ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയ കർത്താവേ, പിന്മാറിപ്പോയ ശിഷ്യന്മാരുടെ മേൽ ആത്മാവിനെ ഊതിയ കർത്താവേ, പ്രിയ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയ കർത്താവേ, ഇപ്പോൾ എൻ്റെ മേലൊന്ന് ഊതണമേ. ആത്മാവേ, എന്നെ ചൂട് പിടിപ്പിക്കണമേ. ആത്മാവേ, എന്നെ കത്ത് പിടിപ്പിക്കണമേ. ഈ നിമിഷം മുതൽ യേശുവേ, ഞാൻ നിൻ്റെ മാത്രം വകയാണ്. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം വകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം വക. സ്തോത്രം. നമുക്കിങ്ങനെ പാടാം. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടത മാച്ചൻ നോവൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരു തമനേ, ദാഹം നീക്കി ൊഴുകിയ നീരാൽ ചോരയതാലും. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഒരുത്തമനെ, എനിക്ക് വേണ്ടി ചങ്ക് കുത്തി തുറന്ന എൻ്റെ കർത്താവേ, നിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയതായ ആ തിരുരക്തത്താലും ആ വെള്ളത്താലും, രക്തം തീർന്നപ്പോൾ വെള്ളമൊഴുകി. കർത്താവേ, ആ തിരുരക്തത്താലും ആ വെള്ളത്താലും ഇപ്പോൾ ദൈവമേ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. എൻ്റെ മേൽ ആ തിരുരക്തം തളിക്കണമേ. കർത്താവേ, എൻ്റെ വേദനകൾ അകറ്റണമേ. എൻ്റെ രോഗങ്ങൾ മാറ്റണമേ. ഗോകുൽത്തായിൽ തന്മാറു തുറന്ന ഓരോരുത്തമനെ, ദാഹം നീക്കിയിട്ട് ഒഴുകിയ നീരാൽ ചോരയതാലും ദൈവമേ, എൻ്റെ ദാഹം തീർക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ അന്തർദാഹം തീർക്കണമേ. ദൈവമക്കളെ, നിങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നു നിങ്ങൾക്കറിയാമോ? നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവവേദലേ, നീ ആത്മാവിൻ്റെ ദാഹം അറിയണം. ആത്മാവ് ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ അറിയണം. നിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ടെന്ന് ഓർത്ത് കൊള്ളണം. യേശുവിനോട് ചേരാൻ കാക്ഷിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് ഓർത്ത് കൊള്ളണം. നിത്യജീവന് വേണ്ടി കാക്ഷിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് ഓർത്ത് കൊള്ളണം. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നിൻ്റെ ആത്മാവ് കിറയ്ക്കുന്നുണ്ടെന്ന് നീ ഓർത്ത് കൊള്ളണം. ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. നിങ്ങളെ ഓർപ്പിക്കാനാണ് ഈ പരിശുദ്ധാത്മാവ് വചനം തരുന്നത്. നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, എന്നാൽ നിങ്ങളുടെ ജഡം ബലഹീനമാണ്. ജഡത്തെ കീഴടക്കുവാനാണ് ദുഷ്ടപിശാച് വരുന്നത്. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളം കത്തിയാൽ നിന്നെ തൊടുവാൻ ഒരു പിശാചിനും സാധ്യമല്ല. അലർന്ന സിംഹം പോലെ വന്നാലും സാധ്യമല്ല. കള്ളപ്രവാചകനെ പോലെ വന്നാലും സാധ്യമല്ല. സർപ്പത്തെ പോലെ ഉപായത്താൽ ചതിച്ചാലും സാധ്യമല്ല. നിൻ്റെ ഉള്ളം യേശുവിനോട് പറ്റിച്ചേർന്ന് യേശുവിനോടുള്ള ആ സ്നേഹത്തെ പ്രതി ഉള്ളത്തിൽ ആ തീ കത്തിക്കൊണ്ടിരുന്നാൽ ദൈവവേദനയെ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു നാൾ കർത്താവ് വരുമ്പോൾ നീ ആ കാഹളനാദം കേൾക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ആശ്വാസം വരുന്നുണ്ട് പ്രിയരെ, ആശ്വാസകാലങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ കണ്ണുനീര് തീരും കേട്ടോ. ഇന്നത്തെ വേദന തീരും കേട്ടോ.
കേട്ടോ. ഇന്നത്തെ നിങ്ങളുടെ കെടുതികൾ മാറും കേട്ടോ. ഇന്നത്തെ രോഗങ്ങൾ മാറും കേട്ടോ. ഇന്നത്തെ കടബാധകളെല്ലാം പോവും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ എല്ലാത്തിനും പരിഹാരമായി. യേശു ചങ്കിൽ വന്നാൽ എല്ലാത്തിനും പരിഹാരമായി. ദൈവവേദനയെ നിന്നെ അവൻ ഏകനായി വിടുകയില്ല. നിന്നെ അവൻ ഒരിക്കലും ഏകനായി വിടുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്. ആ വാക്ക് മാറാത്ത ക്രിസ്തു മോനെ നിന്നെ സ്നേഹിക്കുന്നു, മകളെ നിന്നെ സ്നേഹിക്കുന്നു. അവന് വേണ്ടി ജീവിതം സമർപ്പിക്കൂ, അവൻ്റെ തൃപ്പാദത്തിൽ വീഴൂ, പൊന്നുപാദം ചുംബിക്കൂ, അവനോട് വാക്ക് പറയൂ. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷക, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. നാഥാ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ, നീ എൻ്റെ സ്വന്തം. നാഥാ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഇത് പിരിയാബന്ധമാണ് കർത്താവേ, ഇത് പിരിയാബന്ധമാണ് കർത്താവേ. എന്നുവെന്നും നാഥാ, ഞാൻ നിൻ്റെ വക. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിൻ്റെ തിരുവചനം കേട്ട എല്ലാ മക്കളെ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആണിപ്പാടുള്ള കരെല്ലാം ഒരേ ശേഷത്തിൽ വെക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും കടബാധകളും രോഗമേ ആകുലങ്ങളും എല്ലാം എൻ്റെ കർത്താവിൻ്റെ തൃക്കരം വെച്ചെല്ലാം ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമേ. ഞങ്ങളെ നിൻ്റെ പൊന്നുമാർവോട് ചേർത്ത് പിടിച്ചുകൊള്ളണമേ. തങ്കച്ചോറിയിൽ ഞങ്ങളെ പൊതിയണമേ. കൃപകളാൽ നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവള്ളുമാറാകണമേ. ആമീൻ. സ്തോത്രം.